അയ്യപ്പേട്ട, ഈ IAS തലപ്പത്തെ പോര് അത് അടുത്തെങ്ങും തീരുന്ന ലക്ഷണമില്ല. ഇപ്പോൾ N പ്രശാന്തിനെതിരായിട്ടുള്ള സസ്പെൻഷൻ നീട്ടിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 180 ദിവസത്തോളമാണ് വീണ്ടും, ഇനിയും 6 മാസത്തേക്ക് അതെ, നീട്ടിയിരിക്കുകയാണ്. ജയതിലകാണ് ഇപ്പോൾ തലപ്പത്തിരിക്കുന്നത്. ശാരദാ മുരളീധരൻ ഇറങ്ങി. ശാരദാ മുരളീധരൻ ഏതാണ്ട് ഈ പ്രശ്നങ്ങളിലൊക്കെ ഒന്ന് കരക്കടുപ്പിക്കാൻ നോക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇനി സംഭവിക്കുക? ഇതിലേ പിന്നെ നമ്മളീ പറയുമല്ലോ, രണ്ടുപേരെ തമ്മിൽ അടുപ്പിച്ചിട്ട് അതിലൊരു രസം കണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചിലർക്ക് അങ്ങനെ ഉണ്ട്, തമ്മിത്തല്ലിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്നത്. അത്തരത്തിൽ തമ്മിത്തല്ലിച്ച് ആനന്ദം കണ്ടെത്തുന്നതാണോ അതേ സർക്കാരിൻ്റെ പിടിപ്പുകേടാണോ? ഇങ്ങനൊരു സംശയമാണ് സർക്കാരിൻ്റെ ഈ IAS തലപ്പത്തെ പോരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് IASകാരെന്ന് പറയുമ്പോൾ ഭരണത്തിൽ അവരെ സഹായിക്കുന്ന മന്ത്രിമാരെ സഹായിക്കുന്നതിനാണ് അവർ ഈ പഠിച്ചിറങ്ങി വന്നിരിക്കുന്നത്. കാര്യം മന്ത്രിമാരെ സംബന്ധിച്ച് രാഷ്ട്രീയമേ അറിയുള്ളൂ. അതിൻ്റെ ചിലപ്പോൾ ആ രാഷ്ട്രീയ വശം മാത്രമേ ഇവർക്ക് പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ മറുപടി പറയേണ്ടത് ഇവരാണ്. അത് പ്രാഥമികമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് 91-ലെ IAS ബാച്ചുകാരനാണ് ഈ ജയതിലകൻ. ഈ ജയതിലകന് തന്നെക്കാളും ജൂനിയറായ പ്രശാന്ത് ജയതിലകനെതിരെ പറഞ്ഞ ആരോപണമാണ് ശാരദാ മുരളീധരൻ പോകുന്നതിന് മുമ്പ് ഹിയറിങ്ങിന് വിളിക്കുന്നത്. ഇതിൽ പറ്റിയിരിക്കുന്നത് പ്രശാന്ത് ഈ കേസ് പറയുന്നത് തന്നെ പ്രശാന്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു അദ്ദേഹത്തിന്റെ സർവീസിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, അതായത് പ്രശാന്ത് കൃത്യമായി ജോലിക്ക് ഹാജരാകാറില്ല എന്നത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകളൊക്കെ ജയതിലക IAS പുറത്തുവിട്ടു. മാതൃഭൂമി പത്രത്തിലൂടെയാണ്. അപ്പോ ആ റിപ്പോർട്ടിനെ തുടർന്നാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. തിരിച്ച് ചിത്തരോഗിയാണ്, മാടമ്പള്ളിയിലെ യഥാർത്ഥ ചിത്തരോഗി ജയതിലകാണെന്നൊക്കെ FB പോസ്റ്റുകളിലൊക്കെ മറുപടി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള പിന്നീട് പറഞ്ഞു പ്രശാന്ത് SC/ST വകുപ്പിന് കീഴിലുള്ള ഉന്നതിയിലുണ്ടായിരുന്ന കാലത്തെ ചില ഫയലുകൾ കാണാനില്ലെന്ന വാർത്തയും ഒക്കെ വന്നതാണ്. അപ്പം നിരന്തരമായിട്ട് ഈ തരത്തിൽ ഭയങ്കര അടിയാണ് നടക്കുന്നത്. അല്ല, അത് IAS തലത്തിൽ ഇത്തരത്തിൽ തല്ല് നടക്കുന്നുണ്ട്. കാരണം ഭരണത്തലപ്പത്തെ, അതായത് മന്ത്രിമാരുടെ കഴിവുകേടെന്നേ പറയുള്ളൂ, ഭരണത്തിൻ്റെ കഴിവുകേടെന്നേ പറയുള്ളൂ. കാര്യം നിലവിൽ ഇതിനു മുമ്പ് എത്രയോ സർക്കാരുകളിരുന്നു. കോൺഗ്രസ് ഭരണകാലത്തൊന്നും ഇത്രയും തല്ലൊന്നും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് CPM അല്ലെങ്കിൽ ഇടതുമുന്നണി ഇതിനു മുമ്പ് ഭരിച്ച ഒരു മുഖ്യമന്ത്രി, നയനാരില്ല, VS ഇല്ല, ഇവരെയൊക്കെ തന്മയത്വത്തോടെ കൊണ്ടുപോകാനും ചില IASകാർക്ക് ചില സർക്കാരിനോട് ആഭിമുഖ്യം ഉണ്ടാകുന്നത് തന്നെ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ്. ഒരു വകുപ്പ്, ഒരു മന്ത്രി, അങ്ങനെ എടുത്തു പറയാൻ നിരവധിയുണ്ട്. നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ വിഷയത്തിൽ. IAS ഈ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ 91 IAS ബാച്ചുകാരനായ ഈ ജയതിലകനെ ഇത്തരത്തിൽ പറഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ ടക്ക് ഓഫർ ഉണ്ടാകുന്നത്. ഇതിൽ ഈ ശാരദാ മുരളീധരൻ പ്രശാന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായി പ്രശാന്തിൻ്റെ ഇന്ന് മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത്, അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത്. അപ്പോൾ അതിൽ പ്രശാന്ത് പറഞ്ഞതും ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞതും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് മനസ്സിലായി. പ്രശാന്തിൻ്റെ വാദത്തിന് സത്യമുണ്ടെന്ന് മനസ്സിലാകുന്നു. അവിടെയും പറ്റുന്നത് ശാരദാ മുരളീധരൻ വിരമിക്കുകയാണ്. വിരമിക്കുമ്പോൾ ആ കേസിൻ്റെ അന്വേഷണത്തിൽ ശാരദാ മുരളീധരൻ ഒരു പ്രതീക്ഷ പ്രശാന്തിന് ഉണ്ടാകത്തക്ക രീതിയിൽ ചെയ്തു വെച്ചിട്ട് പോകുമ്പോൾ വീണ്ടും, അതായത് പിന്നെ പ്രതിയോഗിയുടെ, അതായത് താൻ കുറ്റാരോപിച്ച ജയതിലകൻ്റെ അടുത്തേക്ക് തന്നെ ഈ ഫയൽ വരുമ്പോൾ ജയതിലകൻ അതിനെ നോർമലി തന്നെ ഇത്രയും പറഞ്ഞ ഒരാളെന്ന രീതിയിൽ അങ്ങനെ അങ്ങ് ചവിട്ടിപ്പിടിച്ച് മനഃപൂർവ്വം കൂടുതൽ ആരെയും അന്വേഷണം പുറത്ത് നിർത്തരുതെന്നുള്ള ചട്ടവും ഒക്കെ ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ചട്ടത്തിൽ അതുണ്ട്. അതെ, അതൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പൊ വീണ്ടും ഈ തരത്തിൽ വീണ്ടും സസ്പെൻഷൻ നടത്തിയിരിക്കുന്നത്. അതിനിടയിൽ പ്രശാന്ത് ഈ പറയുന്നത് പോലെ എല്ലാവരെയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഒരു ഉദ്യോഗസ്ഥന് ഇതിൽ വേറൊരു കാര്യം പ്രശാന്ത്, ഇതിൽ നമ്മളൊരു കാര്യമായി പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടുമ്പോൾ IAS തലപ്പത്തിൽ ഉദ്യോഗസ്ഥർ കാണിക്കേണ്ട ചില മാന്യതകളുണ്ട്. ആ മാന്യതകൾ ഒട്ടും തന്നെ കാട്ടാതെ ഗോപാലകൃഷ്ണൻ എന്നൊരു IASകാരൻ ജാതി അടിസ്ഥാനത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഒരു മഹാ അപരാധം തന്നെയാണ്. അതിൽ ജാതി അധിക്ഷേപമാണ് ചെയ്തത്. എന്നിട്ട് ആ IASകാരനായ ഗോപാലകൃഷ്ണനെ തിരിച്ച് സർവീസിലെടുത്ത സർക്കാരാണ്. അതിൽ ഒരു നിയമ നടപടിയും അവർ എടുത്തില്ല. അപ്പോൾ പ്രശാന്തിന് ഒരു നിയമം, ഗോപാലകൃഷ്ണന് മറ്റൊരു നിയമം, അത് എല്ലാം തന്നെ ഭരണതലപ്പത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ
ഈ ഗോപാലകൃഷ്ണനെ തിരിച്ചെടുത്തു എന്നുണ്ടെങ്കിൽ എന്തിന് പ്രശാന്തിനെ ഇങ്ങനെ കോർണർ ചെയ്യണം? അതൊരു ചോദ്യമാണ്. അത് കേരള സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രശാന്ത് തുറമുഖ വകുപ്പിൽ നോക്കുന്ന സമയത്ത് മേഴ്സിക്കുട്ടിയമ്മ അന്ന് മന്ത്രിയാണ്. മേഴ്സിക്കുട്ടിയമ്മയുമായി ഒരു കേസ് ഉണ്ടാക്കിയിരുന്നു. അത് പ്രശാന്തിന്റെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്തിന് നേരെ പോയിരുന്നു. എന്നിട്ട് ആ കേസ് എങ്ങും എത്തിയില്ല. ആഴക്കടൽ മത്സ്യബന്ധനം, അതെ, തുറമുഖ വകുപ്പില്, അതെ, മേഴ്സിക്കുട്ടിയമ്മ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിൽ നമുക്കിതിൽ പറയാനുള്ള കാര്യം, പ്രശാന്തിനെ കോർണർ ചെയ്യുക എന്നുള്ളത് ഒരു വല്ലാത്ത ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പൊ പ്രശാന്തിന്റെ മാത്രം നമ്മൾ അങ്ങനെ അതിന് പിന്നെ 6 മാസത്തെ കാലാവധി കൂടെ നീട്ടുമ്പോൾ ശാരദാ മുരളീധരൻ ഒരു പ്രതീക്ഷ നൽകി എന്നുണ്ടെങ്കിൽ വീണ്ടും ജയതിലകന്റെ അടുത്തേക്ക് വന്നപ്പോൾ സർക്കാർ കാഴ്ചക്കാരെ നീക്കി. ഇതിലൊരു എൻക്വയറി കമ്മീഷനൊക്കെ ഇതിൽ റിവ്യൂ കമ്മിറ്റി, തെറ്റിപ്പോയി, ഈ സസ്പെൻഷനെ സംബന്ധിച്ചൊരു റവന്യൂ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ റവന്യൂ കമ്മിറ്റിയുടെ ശുപാർശ പരിഗണിച്ചാണ്, റവന്യൂ കമ്മിറ്റി ശുപാർശ പറഞ്ഞ ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് ഒഴുക്കമട്ടിലാണ് സർക്കാർ ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പം അദ്ദേഹം ജയതിലകൻ പ്രൈവറ്റ് സെക്രട്ടറി ആയി, അല്ലേ? അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയി. ജയതിലകൻ ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം സർക്കാരിന്റെ പ്രധാന പോസ്റ്റ് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇനി പറഞ്ഞാലേ ഇത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രി കാഴ്ചക്കാരനെ നിൽക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനം. ഞാൻ ചോദിക്കുന്നത്, ജയതിലക് ഇപ്പോ ചീഫ് സെക്രട്ടറി ആണല്ലോ. ഇനി ജയതിലക് ഉള്ളിടത്തോളം കാലം ആ ഒരു കാലഘട്ടത്തിൽ പ്രശാന്തിന് നീതി കിട്ടുമെന്നുള്ള കാര്യം ചിന്തിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അതിനുള്ള സാധ്യത ഇല്ല. വൈരാഗ്യബുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ വൈരാഗ്യബുദ്ധിയോടുകൂടി തന്നെ പെരുമാറുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു കാര്യം ഈ സംഭവിച്ചത് പോലും, ഈ സസ്പെൻഷൻ കാലാവധി നീട്ടിയത് പോലും ഇത്തരത്തിൽ തന്നെയുള്ള വൈരാഗ്യബുദ്ധി തന്നെയാണ്. പക്ഷെ അത് ബ്രൈദ ഇപ്പൊ സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, IAS ചട്ടപ്രകാരം ഒരാളെ, IAS ഉദ്യോഗസ്ഥനായ ഒരാളെ 6 മാസത്തിനുള്ളിൽ സസ്പെൻഡ് ചെയ്യാൻ പാടില്ല. നിയമ നടപടികൾക്ക് പോകാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ടാവും, കോടതിയിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്കുള്ള മറ്റൊരു സംശയം, പല ഉദ്യോഗസ്ഥരും ഒക്കെ BJP-യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിൽ അതെ, എൻ പ്രശാന്ത് പറയുകയും ചെയ്തു, സർവീസ് ഇനിയും കിടക്കുകയല്ലേ, നമുക്ക് കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വിട്ടുകൊടുക്കാനുള്ള മനസ്സില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തിയും ഒരു പക്ഷേ സത്യസന്ധമായിട്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരു അതിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല എന്നിരിക്കെ, ഇനി ഉള്ള ഇത്രയും കാലത്തോളം ജയതിലക അവിടെ ഇരിക്കുമ്പോൾ ഇനി തനിക്ക് പ്രതീക്ഷയില്ല. അദ്ദേഹം ഒരു പക്ഷേ ഇത് രാജിവെച്ച് BJP-യിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാകും. അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇതിലെങ്കിലും ജീവിക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രശാന്ത്. അപ്പോൾ തീർച്ചയായും ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെ ഉണ്ട്. പ്രശാന്തിന്റെ രാഷ്ട്രീയമൊക്കെ ഈ CPM-ന്റെ തലപ്പത്തിരിക്കുന്നവർക്കും ഇതിനകത്ത് കളിക്കുന്ന ഉപജാപ സംഘങ്ങൾക്കും അറിയാം. IAS-നകത്ത് അതിഭീകരമായ ഗ്രൂപ്പിസമുണ്ട്. IAS-ന്റെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ജയതിലക് പോലും ചീഫ് സെക്രട്ടറി ആകാതിരിക്കാനായിട്ട് വേറൊരു ഗ്രൂപ്പ് ഡൽഹിയിൽ നിന്ന്, എനിക്ക് ആ ഉദ്യോഗസ്ഥന്റെ പേര് പെട്ടെന്ന് കിട്ടാത്തതുണ്ട്, ഡൽഹിയിൽ നിന്ന് പിന്നെ ഡെപ്യൂട്ടേഷനിൽ വരാൻ സാധ്യത ഉണ്ടായിരുന്നവരെയൊക്കെ തന്നെയും പേരുകൾ വന്നിരുന്നു. എന്നിട്ടും ജയതിലക് സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായതുകൊണ്ടാണ് ജയതിലകനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്കിതിൽ ഒന്നും മാത്രമേ കൂട്ടി വായിക്കാനുള്ളൂ. പ്രശാന്തിന്റെ രാഷ്ട്രീയം ഇതിനകത്ത് പ്രശാന്തിനെ വേട്ടയാടപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. കാര്യം ശാരദാ മുരളീധരൻ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രശാന്തിന് അനുകൂലമാണ് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. കാര്യം ചോദ്യം ചെയ്യപ്പെട്ട ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ റിപ്പോർട്ട് തേടിയ അന്വേഷണം, ഈ പറയുന്ന സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി നടത്തിയിരിക്കുന്ന ഈ ശുപാർശ എന്ന് ഒഴുക്കമട്ടി പറയുമ്പോഴും പ്രശാന്തിന് അനുകൂലമായ രീതിയിൽ റിപ്പോർട്ട് വന്നെന്ന് പറയുന്ന 3 പേരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിൽ 1ഉം 3ഉം കറക്റ്റാണെന്ന് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ പ്രശാന്ത്, ഈ മറ്റ് 2 പേരിൽ രണ്ടാമത്തെ ആൾ, 2 പേര് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശാരദാ മുരളീധരൻ പറഞ്ഞതിനെ പൂഴ്ത്തിവെച്ചത്, ഒന്നുകിൽ ശാരദാ മുരളീധരൻ പറഞ്ഞത് ഈ പറയുന്ന ജയതിലകൻ വരുന്ന മുമ്പ് സർക്കാർ പുറത്തുവിടണമായിരുന്നു. സർക്കാർ അതിന്മേൽ അടയിരുന്ന് മറ്റൊരു അടിയുണ്ടാക്കുന്നത് കെടുകാര്യസ്ഥത, സർക്കാരിൻ്റെ ഏറ്റവും വലിയ കെടുകാര്യസ്ഥതയുടെ ഒരു ഉദാഹരണമാണ്, അതിൻ്റെ ബാക്കി പത്രമാണ് എന്ന് മാത്രമേ നമ്മുടെ കേരള സമൂഹത്തിന് ഇതിൽ പറയാനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു.